ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. സോ ഇന്ന് നമ്മൾ ഡേ 5 ആണ്. ഇപ്പം നമ്മളുള്ളത് ഗബ്ബാലയിലാണ്. വി ഹാഡ് എ സ്റ്റേ ഹിയർ. ഇറ്റ് വാസ് വെരി നൈസ്. നമ്മളെല്ലാം നല്ലപോലെ ഉറങ്ങി. ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് വി ലീവ് ഗബ്ബാല. എന്നിട്ട് നമ്മൾ പിന്നെയും തിരിച്ച് ബാക്കുവിലേക്കാണ് പോകുന്നത്. ടുഡേ വി ഹാവ് ദ മഡ് വോൾക്കാനോസ് ആൻഡ് മ്യൂസിയം ഒക്കെയാണ് ഉള്ളത് ഇൻ ദി ഐറ്റിനറി. സോ ലെറ്റ്സ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് ഫസ്റ്റ് ആൻഡ് ദെൻ ചെക്ക് ഔട്ട്. നമ്മളിപ്പോൾ പോകുന്നത് ഗോബിസ്ഥാൻ റോക്ക് ആർട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഗോബു എന്ന് വെച്ചാൽ വാലി, സ്ഥാൻ എന്ന് വെച്ചാൽ ലാൻഡ്. ഗോബിസ്ഥാൻ എന്ന് വെച്ചാൽ ലാൻഡ് ഓഫ് വാലീസ് എന്നാണ്. അസർബൈജാന്റെ ഈ ഒരു ഏരിയയിൽ മോർ ദാൻ 1000 ഇയേഴ്സ് ബിഫോർ ആൾക്കാർ താമസിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ലിവിങ്, ഹണ്ടിങ്, ഈറ്റിംഗ് ഒക്കെ അവർ ഈ റോക്ക് ആർട്ടിൽ ഡെപ്പിക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അസർബൈജാനിൽ ആർക്കിയോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഗോബിസ്ഥാൻ റോക്ക് ആർട്ട്. ഇതാണ് ഗവാൽദാഷ്. ഇതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്, മെയ്ഡ് ഓഫ് ലൈം സ്റ്റോൺ. ഒരു കല്ലും കൊണ്ട് ഇത് തട്ടുമ്പോൾ പല നോട്ട്സിലും മ്യൂസിക് ഉണ്ടാവും. ഇതാണ് നേരത്തെ പറഞ്ഞ റോക്കിന് മുകളിലുള്ള ഡെപ്പിക്ഷൻസ്. ഇത് ഇവർ ഗോട്ട് ആണെന്നാണ് പറയുന്നത്, പക്ഷെ ഞങ്ങൾക്ക് കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നിയില്ല. ഇത് ഫുൾ ലൈം സ്റ്റോൺ ആണ്. ഈ ലൈം സ്റ്റോൺ എടുത്തിട്ടാണ് ഇവർ കൺസ്ട്രക്ഷൻ ഫുൾ ചെയ്യുന്നത്. ഇവരുടെ സിറ്റിയിലുള്ള എല്ലാ ബിൽഡിങ്സും ഈ ലൈം സ്റ്റോൺ എടുത്തിട്ടാണ് ഇവർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. പണ്ട് കാസ്പിയൻ സീ ഈ ക്ലിഫിന്റെ അവിടെ വരെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പം ഈ വാലി ഒക്കെ കഴിഞ്ഞ് അതിന്റെ അപ്പുറത്താണ് കാസ്പിയൻ സീ നിൽക്കുന്നത്. ഇപ്പൊ നമ്മൾ മഡ് വോൾക്കാനോസ് കാണാൻ വന്നേക്കാണ്. ഇതിൽ നമ്മളൊരു ചെറിയ കാറിൽ കയറിയിട്ടാണ്. ഈ വിൻറ്റേജ് കാർ ലുക്കും ഓഫ് റോഡിങ് ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പേരൻസിനൊരു ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര രസമായിരുന്നു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങളോട് ചോദിച്ചു വണ്ടി ഡ്രൈവ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. പിന്നെന്താ, ഡ്രൈവ് ചെയ്യാലോ. അങ്ങനെ ഡ്രൈവ് ചെയ്യാൻ ഇച്ചും വിനോജാനും കയറി. പക്ഷേ ഇതിന്റെ പുറകിൽ പണി വരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല. അങ്ങനെ അവിടെ എത്തി മഡ് വോൾക്കാനോസ് കണ്ട് തിരിച്ചു വരാൻ വണ്ടി കയറാൻ പോയപ്പോഴത്തേക്ക് അവർ ഞങ്ങളോട് ടിപ്സ് ഡിമാൻഡ് ചെയ്ത് തുടങ്ങി. ടിപ്സ് കൊടുക്കാനുള്ള പ്രോബ്ലം കൊണ്ടല്ല, പക്ഷെ ആക്ച്വലി അത് അവർ ഡിമാൻഡ് ചെയ്യേണ്ട കാര്യമല്ലല്ലോ, നമ്മളായിട്ട് അറിഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ലേ. പിന്നെ അവരത് നിങ്ങൾ വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ റീസൺസും പറയാൻ തുടങ്ങി. ആക്ച്വലി ഞങ്ങൾ വണ്ടി ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചല്ല, അവർ ഇങ്ങോട്ട് ഓഫർ ചെയ്തിട്ടാണ് ഞങ്ങൾ വണ്ടി ഡ്രൈവ് ചെയ്യാൻ എടുത്തത് തന്നെ. അവർ എന്ത് ചെയ്തിട്ടും പൈസ കൊടുക്കാതെ വണ്ടി എടുക്കുന്നില്ല. നമുക്ക് അവിടുന്ന് തിരിച്ചു വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലെത്തി. നമ്മളോട് ആക്ച്വലി ഗൈഡും വന്നിട്ടില്ലായിരുന്നു. അവർ ആക്ച്വലി അവരുടെ ലാംഗ്വേജിലാണ് സംസാരിച്ചത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ജബ മനസ്സിലാവുന്നില്ല അങ്ങനെയൊക്കെയുള്ള രീതി പറഞ്ഞു നോക്കി. എന്നിട്ടും ഒരു രക്ഷയില്ല. പിന്നെ ഫൈനലി ഇച്ചു പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, ഞങ്ങൾ പേഴ്സ് എല്ലാം വണ്ടിയിൽ ഞങ്ങളുടെ ബസ്സിനകത്താണ് ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. എന്തോ ഭാഗ്യം കൊണ്ട് അവർ ഞങ്ങളെ തിരിച്ചു കൊണ്ടുവന്നു. തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഗൈഡിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ ഇവരോട് സംസാരിച്ച് പിന്നെ എല്ലാം അവരാണ് ഡീൽ ചെയ്തത്. സോ ആക്ച്വലി നമ്മളിങ്ങനെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ ആക്ച്വലി ഒരുപാട് പറ്റിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇതാണ് ഗൈസ് മഡ് വോൾക്കാനോ. നമ്മൾ റീൽസിലൊന്നും കണ്ട മഡ് വോൾക്കാനോ ഇങ്ങനെയല്ല. അവർ ആക്ച്വലി ഒരു ഹ്യൂജ് ഏരിയയിൽ കുറേ ഇങ്ങനത്തെ ഒക്കെ കണ്ടായിരുന്നു. പക്ഷേ ഇത് ആകപ്പാട് ഇച്ചിരി ഉണ്ട്. ഇത് ഈ സമയത്ത് ഇങ്ങനെ വല്ലതും ആണോ എന്താണെന്ന് അറിയത്തില്ല. ബട്ട് ഇതാണ് മഡ് വോൾക്കാനോ. അപ്പോൾ നമ്മൾ തിരിച്ച് ബാക്കുവിലെത്തി. ബാക്കുവിൽ നമ്മളുടെ ഇന്നത്തെ സ്റ്റേ സിറ്റി പാർക്ക് ഹോട്ടലിലാണ്. സോ കുറച്ച് ലഗേജൊക്കെ കയറി ബാക്കി കയറ്റിയിട്ട് നമ്മൾ പോകാൻ പോകണം. അവരെല്ലാവരും സെക്കൻഡ് ഫ്ലോറിലാണ്, ഞങ്ങൾ ബാക്കി എല്ലാവരും നേരത്തെ കുറേ മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ദാറ്റ് വി ആർ ചെക്കിങ് ഇൻ ടു ദ ഹോട്ടൽ, വി ആർ ഗെറ്റിംഗ് ഇൻ ടു ദ റൂംസ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് റൂംസ് ആർ വെരി സ്മോൾ. നമുക്ക് കിട്ടിയ റൂം ആക്ച്വലി വലുതായിരുന്നു, ലൈക്ക് കുറച്ചുകൂടെ വലുതായിരുന്നു. ഇതാണ് ആക്ച്വലി വിനോദാനൊക്കെ കിട്ടിയ റൂം. ഇറ്റ്സ് വെരി സ്മോൾ. ഇവിടെ ഒരു എക്സ്ട്രാ ബെഡ് ഇടാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ സ്വാപ്പ് ചെയ്തു. ഞങ്ങൾ അവർക്ക് ഞങ്ങളുടെ റൂം കൊടുത്ത് അവർക്ക് ആ ഒരു എക്സ്ട്രാ ബെഡ് ഇട്ടപ്പോൾ തന്നെ ഒരു പെട്ടി വെക്കാൻ പോലും സ്ഥലം ഇല്ലാത്ത പോലത്തെ ഒരു റൂമാണിത്. എനിക്കറിയില്ല, 4-star ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഇത്രയും ചെറിയ ഫെസിലിറ്റീസ് ഇല്ലാത്ത ഒരു ഹോട്ടൽ ആണ് നമുക്കൊട്ടും ഇമാജിൻ ചെയ്തിട്ടില്ലായിരുന്നു ആക്ച്വലി ഇത് ഇവർ പറഞ്ഞപ്പോൾ. സെക്കൻഡ് തിങ്, നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഹാൻഡ് പമ്പ് ആക്ച്വലി ഇവിടെ അതിന് ആ ഹാൻഡ് പമ്പ് ഹെഡില്ല, പൈപ്പ് മാത്രമേ ഉള്ളൂ. ബട്ട് മറ്റു റൂമിലുണ്ട്. സോ നമ്മൾ അവരോട് വിളിച്ച് പറഞ്ഞു അതൊന്ന് മാറ്റി തരണമെന്ന് പറഞ്ഞു. അപ്പം ദേ ആർ ലൈക്ക് അത് അതിന്റെ ഡിസൈൻ ആണ്, ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ് എന്നാണ് പറയുന്നത്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് സോ. അത് അതിന്റെ പൈപ്പാണ്, ഹെഡ് ഇറ്റ്സ് നോട്ട് ദെയർ. ദാറ്റ് ഇസ് ദ തിങ്. അപ്പം വി ടോൾഡ് ദം ലൈക്ക് നിങ്ങൾ ആരെയാ ഫുൾ ചെയ്യാൻ നോക്കുന്നത്, ലൈക്ക് ഇറ്റ്സ് നോട്ട് ദെയർ. സോ ജസ്റ്റ് ഒന്നീ നിങ്ങൾ ആ ഹെഡ് വെക്കുക, അല്ലെങ്കിൽ യു ജസ്റ്റ് ഗിവ് അസ് അനദർ റൂം.
അത് പറഞ്ഞ് നമ്മൾ ഇവരോട് പറഞ്ഞു ലൈക്ക് അവർ തരില്ല, വിൽ നോട്ട് ചേഞ്ച് റൂം അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. ദെൻ വി കോൾഡ് ദ ഏജൻസി who we booked the travel with. അവരാണെങ്കിലും 5 minutes 10 minutes 1 minute ഒക്കെ പറഞ്ഞു. ഇപ്പോൾ ഓൾമോസ്റ്റ് 45 മിനിറ്റ്സിനുള്ളിൽ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ പോസ്റ്റ് ആയിട്ടിരിക്കുകയാണ്. വി ആർ വെരി ടയേർഡ്. നമ്മൾ ആ ഒരു 5 hours ജേർണി ഫ്രം ഗബാല വീക്കെയും നമ്മൾ അതിൻ്റെ ഇടയ്ക്കാണ് ആ മ്യൂസിയത്തിലും മഡ് വോൾക്കാനോയിലും എല്ലാം പോയത്. വി ലൈക്ക് ഭയങ്കര ടയേർഡാണ്. സോ ഇത്രയും നേരമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. ആക്ച്വലി ഒരു വെരി 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 ബാഡ് എക്സ്പീരിയൻസ് ആണ്. ലൈക്ക് കമ്പയർഡ് ടു ഓൾ ദീസ് 4 days, ലാസ്റ്റ് ഡേ വന്നപ്പോഴത്തേക്ക് ആകപ്പാട് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫൈനലി ഗൈസ്, ആഫ്റ്റർ 1.5 hours നമുക്ക് റൂം കിട്ടി. അവർ ഒന്ന് റൂം തുറന്നു തന്നു. ഇതുവരെ പെട്ടിങ് എത്തിയിട്ടില്ല. ഇറ്റ്സ് ഗുഡ് റൂം. ഫൈനലി വന്നപ്പോൾ ഒത്തിരി ലേറ്റായി, കഴിച്ചത് ഒത്തിരി ലേറ്റായി. അപ്പം എല്ലാവരും കിടന്നുറങ്ങി. ഡാഡിയും മമ്മിയും പപ്പയും മമ്മിയും എല്ലാവരും ഉറങ്ങി. അപ്പം ഞങ്ങൾ ചുമ്മാ ഒരു നൈറ്റ് വാക്ക് എന്ന് വിചാരിച്ചു നടക്കുക. നല്ല കാറ്റുണ്ട്, നല്ല സുഖമാണ്. നോക്കട്ടെ, ചുമ്മാ അങ്ങോട്ട് പോയി കുറച്ച് വിഷ്വൽസ് ഒക്കെ കാണിക്കാം. ഇവിടുത്തെ നൈറ്റ് ലൈഫ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, മിക്ക സമയം ഇവിടെ ഭയങ്കര ട്രാഫിക് ആണ്. ഇവരുടെ ഈസിയർ ക്രോസിംഗിന് വേണ്ടിയിട്ട് അണ്ടർ പാസ് ആണ് ഉള്ളത് രാദർ ദാൻ ബ്രിഡ്ജസ്. കുറേ നടന്നു വന്നപ്പം ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടു. ഇത് എന്താണെന്നോ ഇത് ഡെയിലി ഉണ്ടെന്നോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ കുറേ ഫുഡ് സ്റ്റോൾസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഈ സ്നേഹപ്രകടനം ഒന്ന് കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ വേഷമൊക്കെ കാണുമ്പോൾ പിള്ളേർ എന്തായാലും ഓടി ചെല്ലുമല്ലോ. അവരെ പിടിച്ചു നിർത്തി ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടാണ് പൈസ ഡിമാൻഡ് ചെയ്യുന്നത്. ഫോട്ടോ എടുത്താൽ പിന്നെ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരുമല്ലോ. ഇങ്ങനെ ഒരു അബദ്ധം ഞങ്ങൾക്ക് ഡേ 2 നിസാമി സ്ട്രീറ്റിലും പറ്റിയായിരുന്നു. നല്ല ക്യൂട്ടായിട്ടൊക്കെ ഒരുക്കി നിർത്തിയിരിക്കുന്ന മങ്കി കണ്ടപ്പോൾ ഞങ്ങൾ ഓർത്ത് പെറ്റാണെന്ന്. അതിനെങ്ങനെ കണ്ടുവന്നപ്പോൾ അവർ തന്നെ കൊണ്ടുവന്ന് പിള്ളേരുടെ കൈ കൊടുത്തു. ഫോട്ടോ എടുക്കാൻ എൻകറേജും ചെയ്തു. അന്നേരം ഞങ്ങൾ ഒന്നും വിചാരിച്ചില്ല. ഫോട്ടോ എല്ലാം എടുത്ത് കഴിഞ്ഞപ്പോഴാണ് അവർ പൈസ ഡിമാൻഡ് ചെയ്ത് തുടങ്ങിയത്. ഇതെന്തോ ഒരു ക്രഞ്ചി സ്വീറ്റ് ആയിരുന്നു. പേരൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇതിനകത്ത് ഇങ്ങനെ പുക വരുന്ന കണ്ടപ്പം ഒരു ഫാസിനേഷൻ തോന്നി വാങ്ങിയതാണ്. ഭയങ്കര ഇത് അടിക്കുന്നുണ്ട്. ഇത് ലിക്വിഡ് നൈട്രജൻ ആഡ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഫ്യൂംസ് വരുന്നത്. ബബിൾ ടീ ആക്ച്വലി ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ബോബ പീച്ച് ജ്യൂസ് വാങ്ങിച്ചു കുടിച്ചു. നല്ല അടിപൊളിയായിരുന്നു അത്. അങ്ങനെ ഞങ്ങളുടെ അസർബൈജാൻ ട്രിപ്പ് ഇവിടെ തീർന്നു. നല്ലൊരു ബ്രേക്ക് കിട്ടിയെന്നുള്ള സന്തോഷത്തോടെ ഞങ്ങൾ തിരിച്ച് കുവൈറ്റിലേക്ക് പോവാണ്. സോ അടുത്ത ഒരു വ്ലോഗ് കാണുന്നവരെ ബൈ.